നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ ജീവനെടുത്ത അമ്മയെ തെളിവെടുപ്പിനായി എത്തിച്ചതാണ്. അതേസമയം തന്നെ കുടുംബത്തിലെ സാഹചര്യം ഉൾപ്പെടെ പലവിധ പുതിയ വിവരങ്ങളും പുറത്തേക്ക് വരുന്നുമുണ്ട്. കുഞ്ഞ് ലൈംഗികമായി ചൂഷണത്തിന് ഇരയായി അടുത്ത ബന്ധുവിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഴിക്കുളം പാലത്തിന് സമീപം കുഞ്ഞിനെ പെറ്റമ്മ വലിച്ചെറിഞ്ഞ കൊലപ്പെടുത്തിയ സ്ഥലത്തേക്ക് അവരെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഇവിടെ നിന്ന് താൻ വലിച്ചെറിഞ്ഞ കുഞ്ഞിനെ എന്നത് വ്യക്തമാക്കുന്ന പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് നിന്ന്. അത് സമ്മതിക്കുന്ന കുറ്റസമ്മതമാണ് പാലത്തിൽ സംഭവിച്ചത്. പോലീസിനോട് അവർ പറഞ്ഞത്. നാട്ടുകാരുടെ പ്രതികരണം ഉൾപ്പെടെ നമ്മൾ കണ്ടു. എസ് രാഗിൻ തുടർന്നിട്ട് രാഗിൻ നാട്ടുകാരുടെ വൈകാരികമായ പ്രതികരണം ഉൾപ്പെടെ അത് സ്വാഭാവികമാണ്. അത്രത്തോളം വേദനയുണ്ട് എല്ലാവർക്കും. അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കും എന്ന് ഒരാൾക്കും ഒരു തോന്നലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ തൊട്ടടുത്ത് സംഭവിക്കുമ്പോഴാണല്ലോ നമുക്കിതിൻ്റെ വേദനയുടെ വ്യാപ്തി കൂടുതൽ മനസ്സിലാവുക. തീർച്ചയായും ഒരുപാട് പേർ ഇവിടെ എത്തിയിരുന്നു. അവർ പ്രതിഷേധം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അന്നൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സജീവമായി നിന്ന ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇതിലൂടെയാണ് നമ്മൾ ഈ കാണുന്ന മൂഴിക്കുളം പാലത്തിലൂടെ അവർ നടന്നു വന്ന ശേഷം ഏതാണ്ട് ഈ ഭാഗത്ത് എത്തുന്ന ഘട്ടത്തിലാണ് ഇവർ കുഞ്ഞിനെ താഴേക്ക് ഇടുന്നത്. പോലീസ് സംഘം ചോദിച്ചപ്പോൾ അതിനൊക്കെ തന്നെയുള്ള കാര്യം അവർ പങ്കുവച്ചു. ഏകദേശം ഒരു 7 മണിക്ക് ശേഷം 7-7:15 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ആ സമയത്ത് ഈ ഭാഗത്തുണ്ടായിരുന്ന ഒരു ചേട്ടൻ കൂടി ഒപ്പം ചേരുകയാണ്. താങ്കൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ എൻ്റെ സുഹൃത്തിനെ കാത്തിട്ട് ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് നിൽക്കണം. പുള്ളി ഞാനിവിടെ വന്നിട്ട് എല്ലാ ദിവസവും വരും, ഇവിടെ ചായ പിടിക്കാൻ വേണ്ടി നിൽക്കും. അന്ന് ഞാൻ നേരം വഴിക്ക് വന്ന് ഒരു മഗ്‌രിബിൻ്റെ സമയമായി. അപ്പോൾ ഞാനിങ്ങനെ ക്ലോക്കിലേക്ക് ഇങ്ങനെ നോക്കണേ വരുന്നുണ്ട്. അപ്പോൾ മഗ്‌രിബ് സമയം പെട്ടെന്ന് തീരുമല്ല. അപ്പോൾ ഒരു 7:16 ആ സമയത്താണ് ഇത് സംഭവം നടന്നേക്കണം. ഇത് ഇവിടെ നിന്ന് താഴേക്കിടുകയായിരുന്നു. ഞാൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നടന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഒച്ച ബഹളോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ആൾക്കാരെ വിളിച്ചു കൂട്ടി ഇതിൽ ഞങ്ങൾ ചാടി രക്ഷിച്ചാണ്. അതിനുശേഷം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അമ്മ നടന്നു പോവുകയും ചെയ്തു. ആ സ്ത്രീയെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഒന്നും ഇവിടെ നടന്നാൽ കണ്ടിട്ടില്ല. ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നാമത് അന്നത്തെ ദിവസം ഒരു 4:30 ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് എല്ലാ ആളുകളും വീട്ടിലേക്ക് പെട്ടെന്ന് പോകാനുള്ള ഒരു ഇതായിരുന്നു. അപ്പം ഞാനവിടെ അവിടെ ശിവൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അവിടെ ആ ചായയും കുടിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ശിവനൊക്കെ ഇതിലിങ്ങനെ പോകണ്ടായിരുന്നു. പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം മഴ വരും, വേഗം വീട്ടിൽ കയറണം എന്നുള്ള രീതിയിലായിരുന്നു. എൻ്റെ ഒരു അനുസാറായിരുന്നു. എന്തായാലും ഇതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും പോലീസ് സംഘം ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ട് അവരെ ഈ മൂഴിക്കുളം പാലത്തിന് മുകളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എല്ലാ കാര്യങ്ങളും അന്നുണ്ടായ കാര്യങ്ങൾ മുഴുവനും അവർ പോലീസ് സംഘത്തോട് പറഞ്ഞു. പോലീസിന്റെ ചോദ്യമുണ്ടായിരുന്നു, CIയുടെ ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾ സംബന്ധിച്ച് അവർ കൃത്യമായി പോലീസിനോട് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നിർണായക നടപടിക്രമങ്ങളാണ് പോലീസ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. വലിയ ഹൃദയഭേദകമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അന്നേ ദിവസം രാത്രി. ഞാനിവിടെ ഉണ്ടായിരുന്നു. രാത്രി ആ കുഞ്ഞിനെ കിട്ടും. കാരണം നമുക്കറിയാം ഈ പുഴയുടെ ഓരത്തൊക്കെ തന്നെ പച്ചപ്പും കുറ്റിക്കാടും ഒക്കെയാണ്. ഒരു അമ്മ അത്തരത്തിൽ കൊലപ്പെടുത്തി കാണില്ല. അവരങ്ങനെ മൊഴി പറയുമ്പോഴും കുഞ്ഞ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. എവിടെയെങ്കിലും കാട്ടിലോ മറ്റോ ഉപേക്ഷിച്ച് കാണും. അവർക്ക് അന്ന് കേട്ടിരുന്നത് മാനസികാസ്വാസ്ഥ്യം ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ അന്ന് പറഞ്ഞു കേട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു 2:30 മണിയോട് കൂടിയാണ് ഈ കുഞ്ഞിൻ്റെ ബോഡി അല്ലെങ്കിൽ മൃതദേഹം സ്കൂബ ടീം എടുക്കുന്നത്. അതോടുകൂടി വലിയ തരത്തിലുള്ള അല്ലെങ്കിൽ വലിയ വേദനയാണ് ഏവർക്കും ഉണ്ടായത്. നാട്ടുകാരൊക്കെ ഈ വാർത്തയും ദൃശ്യവും ഒക്കെ കാണുകയും ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാവരിലും, റിപ്പോർട്ട് ചെയ്യുന്ന രാഗിലും ഒക്കെ ആ വേദന പടരുന്നുണ്ട്. വാക്കുകൾ ഇടറുന്ന, നമ്മുടെ മനസ്സ് പതറിപ്പോകുന്ന ഇത്തരം സംഭവങ്ങൾ ഇതാദ്യമല്ല എന്നതാണ്. എന്താണ് ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നതടക്കമുള്ളതിലൊക്കെ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്.